ധർമ്മസ്ഥല കേസ് ചുരുളഴിയാതെ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം SIT മുമ്പാകെ ധർമ്മസ്ഥല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീനിവാസ് റാവുവും മുൻ പ്രസിഡന്റ് കേശവ് ഗൌഡ ബലാലുവും മൊഴി നൽകിയിരുന്നു. ഇരുവരും ബെൽത്തങ്ങാടി SIT ഓഫീസിൽ എത്തിയാണ് വിവരങ്ങൾ നൽകിയത്. കഴിഞ്ഞ ദിനം നടത്തിയ തെരച്ചിലിൽ ഏതാണ്ട് 7ഓളം അസ്ഥികൂടങ്ങളാണ് കണ്ടെത്താനായത്. ബംഗ്ലഗുഡ വനത്തിൽ നടത്തിയ തിരച്ചിലിലാണ് ഇത്തരത്തിൽ അസ്ഥികൾ കണ്ടെടുത്തത്. പരിശോധനയ്ക്കായി SIT സംഘം ഇവ ലാബിലേക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ തലയോട്ടികളൊക്കെ പുരുഷന്മാരുടെ ആണെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. നിർണായക മൊഴി നൽകിയ ചിന്നയ്യ നിലവിൽ ജയിലിലാണ്. തന്റെ മകളെ കാണാനില്ലെന്ന് പറഞ്ഞ അനന്യ ഭട്ടും ഏതാണ്ട് മൊഴി മാറ്റിയ അവസ്ഥയിലും. കഴിഞ്ഞ ദിനങ്ങളിൽ കേരളത്തിൽ യൂട്യൂബ് ചാനലുകൾ നടത്തുന്ന മനാഫ്, അഭിഷേക്, ജയന്ത് ടി എന്നിവർക്കും ആക്ടിവിസ്റ്റുകളായ ഗിരീഷ് മട്ടന്നവർ, വിത്തൽ ഗൌഡ, പ്രദീപ് എന്നിവർക്കും SIT സമൻസ് അയച്ചിരുന്നു. കർണാടകയിൽ നിന്ന് കാണാതായ പെൺകുട്ടികളുടെ കണക്ക് ഭീമമായി തുടരുമ്പോഴും അതിലൊരു അന്വേഷണം പൂർത്തിയാക്കാൻ പോലും ഉദ്യോഗസ്ഥർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. എല്ലാം ധർമ്മസ്ഥലയിലെ ഭക്തിയുമായി ചേർത്ത് വെച്ചതോടുകൂടി ഉപമുഖ്യമന്ത്രി ഉൾപ്പെടെ ഉള്ളവർ ആ തരത്തിലുള്ള പ്രതികരണങ്ങൾ തന്നെയാകും മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇത്രയേറെ പ്രബലരുള്ള ധർമ്മസ്ഥലയിൽ ചിന്നയ്യ എന്ന ശുചീകരണ തൊഴിലാളിക്ക് അത്തരത്തിലൊരു നുണ പടച്ചു വിടേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഇനി അത്തരത്തിലുള്ള ശ്രമത്തിന്റെ ഫലമായാണ് ചിന്നയ്യ പ്രവർത്തിക്കുന്നതെങ്കിൽ ആ ഗൂഢാലോചനയുടെ പിന്നിലേക്കും അന്വേഷണം പോകേണ്ടതല്ലേ? സൗജന്യ എന്ന പെൺകുട്ടിക്കായി അവരുടെ കുടുംബം ഉൾപ്പെടെ രംഗത്തെത്തിയിട്ടും എന്തുകൊണ്ട് പോലീസ് ആ കേസ് അന്വേഷിക്കുന്നില്ല? കണ്ടെത്തിയ ശരീരഭാഗങ്ങൾ പുരുഷന്മാരുടേതെന്ന് പറയുമ്പോൾ അത് എങ്ങനെ അവിടെ എത്തിയെന്നുള്ളതും കണ്ടെത്തേണ്ടത് അനിവാര്യമല്ലേ? കഴിഞ്ഞ ദിനം പിസ്റ്റലുകളും തോക്കുകളും കൈവശം വെച്ചതിന് ധർമ്മസ്ഥല ആക്ഷൻ കൗൺസിൽ പ്രസിഡന്റ് മഹേഷ് ഷെട്ടി തിമ്മറോഡിക്ക് എതിരെ ആയുധ നിരോധന നിയമപ്രകാരം കേസെടുത്തിരുന്നു. ഇയാളുടെ വീട്ടിൽ നിന്ന് 44ഓളം ആയുധങ്ങളാണ് കണ്ടെത്തിയത്. എന്തായാലും പ്രദേശത്ത് ചിന്നയ്യ മൃതദേഹം കുഴിച്ചിട്ടത് കണ്ടെന്ന് മൊഴി നൽകിയവരുടെ പരാതി അന്വേഷണ സംഘം കണക്കിലെടുക്കാതെ വന്നതോടെയാണ് ഇരുവരും കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത്. ഇതിന് പിന്നാലെ ഹൈക്കോടതി നോട്ടീസ് അയച്ചതോടെയാണ് വനപാലകർക്കൊപ്പം SIT പരിശോധനയ്ക്കായി വിഷമിച്ച് എത്തിയതും. ഉത്തരങ്ങളില്ലാത്ത പല ചോദ്യങ്ങൾ അവശേഷിക്കുമ്പോഴും അന്വേഷണ സംഘത്തിന്റെ ഉത്സാഹമില്ലായ്മ ആരുടെയെങ്കിലും പ്രീണനത്തിന് വിധേയമായതുകൊണ്ടാണോ എന്നതും സംശയിക്കേണ്ട ഒന്ന് തന്നെയാണ്.